തലവേദനയായിരുന്ന ഒരു ഭീകരവാദിയാണല്ലോ ഇപ്പോൾ നിലവിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഈ കൊല്ലപ്പെട്ടത് ആരാണ് എന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയിലെ ഒരു ഭീകരനാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് ജമ്മു കാശ്മീരിലെ ഉധംപൂർ ജില്ലയിലെ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ബസന്ത് ഘട്ടിലെ ബീഹാലി എന്ന് പറയുന്ന മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ PTIയോട്, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയോട്, ഈ ജമ്മു റേഞ്ചിലെ IG, അദ്ദേഹത്തിൻ്റെ പേര് ഭീംസെൻ തുതി എന്നാണ്. ഈ ഭീംസെൻ തുതിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സുരക്ഷാ സേനയും ജമ്മു കാശ്മീർ പോലീസും കൂടി സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ഒരു ഭീകരനെ കൊലപ്പെടുത്തുകയും 3 പേരെ വളയുകയും ചെയ്തിട്ടുണ്ട്. അത് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ നീങ്ങിയത് എന്നാണ്, ഈ പ്രദേശം പരിശോധിക്കാൻ ചെന്നത്. ആ പരിശോധന അവസാനം ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ അതിനകത്തൊരു ആശങ്കപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. കാരണം അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ കണ്ടു, മാസങ്ങൾക്ക് മുമ്പ്, 2 മാസങ്ങൾക്ക് മുമ്പ് പഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ ഉണ്ടായ നിഷ്ഠൂരമായ പ്രവൃത്തി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അമർനാഥ് തീർത്ഥാടനം ഏതെങ്കിലും വിധത്തിൽ അട്ടിമറിക്കാൻ, അമർനാഥ് തീർത്ഥാടനം നമുക്കറിയാമല്ലോ, തീർത്ഥാടകർ ഇതുപോലെ ഈ കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ ആയിട്ട് യാത്ര ചെയ്ത് നടന്നും ഒക്കെയാണ് അവിടെ പോകുന്നത്. ഈ അമർനാഥിലെ അവിടുത്തെ ശിവലിംഗം ദർശിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ തീർത്ഥാടനം അട്ടിമറിക്കാൻ എന്ത് വില കൊടുത്തും ഈ പാക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ശ്രമിക്കും എന്ന് നമുക്ക് മുൻ അനുഭവം. പെഹൽഗാമിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 5-6 അധികം ഭീകരവാദികളെ കൊലപ്പെടുത്താൻ എന്തായാലും ഈ സൈനികർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അവിടെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ ഇപ്പോഴും പാകിസ്ഥാൻ എത്രത്തോളം ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നു എന്നത് അവരുടെ ജോലി അതാണല്ലോ. അവർ അത് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവരിങ്ങനെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ മുട്ട അടവച്ച് വിരിയിച്ച് ഹാച്ചറിയിൽ നിന്ന് പുറത്തു വിടുമല്ലോ, ഈ പോൾട്രി ഫാമിൽ നിന്നൊക്കെ പുറത്തു വിടുമല്ലോ, അതുപോലെ ഈ ഭീകരവാദികളെ അടവച്ച് വിരിയിച്ച് പരിശീലനമൊക്കെ കൊടുത്ത് ആയുധങ്ങളും ധരിപ്പിച്ച് ഇങ്ങനെ അതിർത്തി കടത്തി ഇങ്ങനെ വിട്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മുടെ സൈന്യം കാവലിരിക്കുന്നത് കൊണ്ടാണ് ഇവർ വലിയ തോതിൽ നുഴഞ്ഞുകയറ്റം ഇവർക്ക് സാധ്യമാകാതെ പോകുന്നത്. എന്നാലും ഈ 1000 പരിശ്രമം നടത്തുമ്പോൾ ഒരെണ്ണമെങ്കിലും വിജയിക്കുമല്ലോ. അതുപോലെയാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഈ പറയുന്നത് പോലെ അവിടുത്തെ പാക് റേഞ്ചേഴ്സ് എന്ന് പറയുന്ന സൈന്യം നമുക്ക് നേരെ വെടിവെക്കും, നമ്മൾ തിരിച്ച് വെടിവെക്കും. അപ്പോൾ അവിടെ ഒരു ടെൻഷൻ ഉണ്ടാകും. ആ സമയത്ത് സൈന്യത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവിടെ ആയിരിക്കും. അപ്പോൾ കുറച്ചപ്പുറത്തൂടെ ആരെങ്കിലുമൊക്കെ കടത്തിവിടും. പിന്നെ പല മാർഗങ്ങളുണ്ട്. പാക് ഒക്യുപ്പൈഡ് കാശ്മീരുമായിട്ട് വളരെ അടുത്തടുത്ത് അറിയാമല്ലോ നമുക്ക്. അവിടെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഈ ലൈൻ ഓഫ് കൺട്രോൾ ചേട്ടാ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഭീകരവാദികളെ വളർത്തിവിടുന്നതിന്റെ ഒരു കേന്ദ്രം ഈ പാക് അധിനിവേശ കാശ്മീരാണല്ലോ. പാക് അധിനിവേശ മണ്ണിനെ അങ്ങനെയാണ് പാക് അധിനിവേശ കാശ്മീർ. കാരണം അത് പാകിസ്ഥാൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇന്ത്യയുടേതാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. വാസ്തവത്തിൽ അത് ഇന്ത്യൻ മണ്ണാണ്. പക്ഷേ അത് സമ്പൂർണ്ണമായിട്ടും അവിടെ ഇന്ത്യയുടെ ഭരണമാണോ നടക്കുന്നത്? അല്ല. എന്നാൽ പാകിസ്ഥാൻ്റെതാണോ? അത് അല്ല. അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിൽ നെക്ക് പോലെ, ഒരു കുപ്പിക്കഴുത്ത് പോലെ കിടക്കുകയാണ് ആ പ്രദേശം. അവിടെ ഏതാണ്ട് 1 കോടിയോളം ആൾക്കാർ, 90 ലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട്. ഇത് സമ്പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത്, അവരുടെ റിസോഴ്സസ് ഉപയോഗിക്കുന്നത്, അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ ഭീകരവാദം വളർത്താനും ഭീകരന്മാരെ പരിശീലിപ്പിക്കാനുമാണ്. അതവിടെ വളരെ കൃത്യമായിട്ട് ക്യാമ്പുകളൊക്കെ, നമ്മൾ എത്ര ക്യാമ്പുകൾ തകർത്താലും ഒരു 6 മാസം കഴിയുമ്പോൾ പുതിയ ക്യാമ്പ് ഉണ്ടാക്കും അവന്മാർ. അങ്ങനെ ആ വിധത്തിൽ പാക് സൈന്യത്തിൻ്റെ എല്ലാ ഒത്താശയോടും കൂടി നടക്കുന്ന ഒരു വിധ്വംസ പ്രവൃത്തിയാണ് ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഉധംപൂരിലുണ്ടായ സംഭവം എന്ന് പറയുന്നത്, അമർനാഥ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സൈന്യം വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തീർത്ഥാടനം അട്ടിമറിക്കാൻ ഭീകരർ ശ്രമിക്കും എന്ന് സൈന്യത്തിന് അറിയാം. അത് മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എത്രയോ നാൾ തീർത്ഥാടനം നിർത്തിവെച്ചതാണ്. കോൺഗ്രസ് ഭരണകാലത്തൊക്കെ തീർത്ഥാടനം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ ഭീകരന്മാർ
ഈ ബിഹാലി മേഖലയിൽ, ഈ ബസന്ത് ഘട്ടിലെ ബിഹാലി മേഖലയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നതായിട്ട് വിവരം കിട്ടിയത്. 4 പേരുണ്ട് എന്ന് IG പറയുന്നു. അതിൽ ഒരാളിനെയാണ് വധിച്ചത്. ബാക്കി 3 പേരെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ വളഞ്ഞിട്ടുണ്ട് സൈന്യം. നമ്മുടെ സുരക്ഷാ സേനയും ജമ്മു കാശ്മീർ പോലീസും വളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താമസിയാതെ അവരെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ കഴിയും എന്നാണ് സൈന്യത്തിൻ്റെ പ്രതീക്ഷ. ഏറ്റുമുട്ടൽ അവസാനിച്ചിട്ടില്ല. ഇവരെ ഈ പറഞ്ഞ പ്രദേശം, ഈ ഗ്രൂപ്പ്, ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളെ 12 മാസത്തിലധികം, 1 വർഷത്തിലധികമായിട്ട് സുരക്ഷാ സേനയും രഹസ്യാന്വേഷണ വിഭാഗവും നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. അതിൽ വളരെ കൃത്യമായിട്ട് തെളിവ് സഹിതം, കാരണം ഈ സൈന്യത്തിന് ചുമ്മാ ഒരിടത്ത് ഭീകരർ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സൈന്യം അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒന്നാമതിപ്പോൾ ഈ പറയുന്നത് പോലെ കാശ്മീരിൽ തെരഞ്ഞെടുപ്പൊക്കെ നടന്ന് ഇവിടെ ജനാധിപത്യ ഭരണകൂടം വന്നിട്ടുണ്ട്. ചില പ്രദേശങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും കേന്ദ്രത്തിൻ്റെയും സുരക്ഷാ സേനയുടെയും നിയന്ത്രണത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായി തെളിവുകൾ വേണം. അപ്പോൾ അവർക്കെതിരെ അവരെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് അവരെ ഈ പറഞ്ഞതുപോലെ സൈന്യം വളയാൻ തീരുമാനിച്ചത്. അങ്ങനെ വളഞ്ഞപ്പോൾ അവരെ പരിശോധനയ്ക്കായിട്ട് അവിടെ ശ്രമിച്ചപ്പോൾ, ബിഹാലിയിൽ ശ്രമിച്ചപ്പോൾ അവർ വെടിയുതിർത്തു. അങ്ങനെ ഏറ്റുമുട്ടലായി. ഈ ഓപ്പറേഷൻ്റെ പേര് തന്നെ ഓപ്പറേഷൻ ബിഹാലി എന്നാണ് സൈന്യം ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു പേരൊക്കെ കൊടുത്തൊരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വളരെ പ്രധാനപ്പെട്ട ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരോ ആണ് അവിടെ തമ്പടിച്ചിരിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അപ്പോൾ അതും നമ്മൾ ഭയക്കേണ്ടതുണ്ട്. കാരണം അമർനാഥ് തീർത്ഥാടനമാണ് ലക്ഷ്യമിട്ട് അവർ വന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഇത്രയും നിരപരാധികളായ മനുഷ്യരാണ്, അവരവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ തീർത്ഥാടനം നടത്തുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഇനിയൊരു വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ അതല്ലേ അതെ, അത് വലിയ സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും അത് വലിയ നാണക്കേടാണ്. കാരണം പെഹൽഗാമുമായി ബന്ധപ്പെട്ട് നാം എന്തെല്ലാം പറഞ്ഞാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയമായതുകൊണ്ടാണ് അത് ഒരു വലിയ ചോദ്യം അതിലേക്ക് ഉയരാതിരിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ അതൊക്കെ ചർച്ച ചെയ്യപ്പെടും. അത് കേന്ദ്ര സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരും. ഇവിടെ ഇപ്പോൾ അമർനാഥ് തീർത്ഥാടനത്തിന് കൃത്യമായ സുരക്ഷ ഒരുക്കിയില്ലെങ്കിൽ അത് മോദി അങ്ങനെ ചോദ്യം വരാനുള്ള സാധ്യത പോലും ഇപ്പോൾ ഇല്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവർക്കും ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന രീതിയിൽ പോയിട്ടില്ല അല്ലെ. കാരണം ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അനാവശ്യ ചോദ്യങ്ങളുമായി വരുമ്പോൾ ജനങ്ങൾ തന്നെയാണല്ലോ അതിനെതിരെ പ്രതികരിക്കുന്നത്. അല്ല, രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളെന്ന് പറയുന്നത് വിടുവായത്തനമാണ്. അതിനെ നമ്മൾ ജനം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. പക്ഷേ ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1000 പരിശ്രമം നടത്തുമ്പോഴാണ് അവർ ഒരെണ്ണം വിജയിക്കുന്നത്. ഇതിപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഇവർ വന്നിരിക്കുന്നത് എന്തോ ഒരു വലിയ അജണ്ടയുമായിട്ടാണ് ഇവർ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. പക്ഷേ സൈന്യം അത് വളരെ കൃത്യമായിട്ട് കണ്ടെത്തി അതിനെതിരായ പ്രതിരോധം തീർത്തു. ഏറ്റുമുട്ടലിലേക്ക് പോയി, ഒരാൾ വധിച്ചു, ബാക്കി 3 പേരെ വളഞ്ഞിരിക്കുകയാണ്. അവരെയും ജീവനോടെയോ അല്ലാതെയോ പിടികൂടും, അത് തീർച്ചയാണ്. ഒരിക്കലും അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. ഇവിടെ അത് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ, നമ്മൾ ഈ വീഴ്ച പറയുമ്പം മേന്മയും പറയണമല്ലോ, ഇൻ്റലിജൻസിൻ്റെ മേന്മ തന്നെയാണ്. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ളവരുടെ അവർ അഭിനന്ദനം അർഹിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു നീക്കം കണ്ടെത്തി അത് പൊളിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ജമ്മു കാശ്മീർ പോലീസും കാര്യമായിട്ട് അതിനോട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ഓപ്പറേഷൻ സക്സസ്ഫുള്ളാക്കാൻ, അതിനെ പൂർണ്ണമായും വിജയത്തിലെത്തിക്കാൻ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ അമർനാഥ് തീർത്ഥാടനത്തിനെ ലക്ഷ്യമിട്ടിരിക്കുന്നു ഭീകർ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് കഴിഞ്ഞ മാസത്തിനിടയ്ക്ക് ഷാഹിദ് കുട്ടെ എന്ന് പറയുന്ന ഒരു ലഷ്കർ ഭീകരൻ ഉൾപ്പെടെ 6 പേരെയാണ് നമ്മൾ വധിച്ചത്, ഇന്ത്യൻ സുരക്ഷാ സേന വധിച്ചത്. ഇത് 7ാമത്തെ ആളാണ്. ഇത് കഴിഞ്ഞ 1 മാസത്തിനിടയ്ക്ക് നടന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാൻ ഒരു കാരണവശാലും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. നിരന്തരം നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ണിലെണ്ണ ഒഴിച്ച് അതീവ ജാഗ്രതയോടെ ഇരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നമ്മുടെ സുരക്ഷാ സേനയോട് നമ്മൾ നന്ദി പറയണം. അവർ വളരെ ഊർജിതമായി, വളരെ സമ്പൂർണമായും അവർ സമർപ്പിച്ച് ഈ കാര്യത്തിൽ അവരവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും
ബാക്കി 3 പേരുടെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ വാർത്തകൾ പുറത്തു വരട്ടെ. ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നതെന്നും എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്.